19 മുതൽ 24 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കുള്ള നോൺ വെജിറ്റേറിയൻ പാചകക്കുറിപ്പുകളെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ താഴെ പറയുന്നവ പഠിക്കും. 19 മുതൽ 24 മാസം വരെ പ്രായമുള്ള കുട്ടികൾക്കുള്ള ഊർജ ആവശ്യകതകൾ, ചില മാംസ്യാഹാര പാചകക്കുറിപ്പുകൾ തയ്യാറാക്കൽ. നമുക്ക് തുടങ്ങാം. 19 മുതൽ 24 മാസം വരെ കുട്ടികൾക്ക് പ്രതിദിനം 550 കലോറി ഊർജം ആവശ്യമാണ്. ഈ ഊർജം പരിപൂരക ഭക്ഷണത്തിൽ നിന്നായിരിക്കണം. ഈ കാലയളവിൽ ഒരു കപ്പ് ഭക്ഷണം ഓരോ തവണയും 3 മുതൽ 5 തവണ വരെ നൽകണം. പ്രാദേശികവും കാലത്തിനും അനുസരിച്ചുള്ളതുമായ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഉറപ്പാക്കുക. മത്സ്യം, മുട്ട, ചിക്കൻ, മാംസം തുടങ്ങിയ വിവിധ മാംസ്യ ഭക്ഷണങ്ങൾ നൽകാം. പൂരക ഭക്ഷണത്തോടൊപ്പം മുലപ്പാലും ആവശ്യമാണ്. 2 വയസ്സുവരെ മുലയൂട്ടൽ ശുപാർശ ചെയ്യുന്നു. നമ്മുടെ ആദ്യ പാചകക്കുറിപ്പായ മീൻ കട്ട്ലറ്റിൽ നിന്ന് തുടങ്ങാം. ഈ പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് 150 ഗ്രാം പ്രാദേശികമായി ലഭ്യമായ ഏതെങ്കിലും മത്സ്യം ഉപയോഗിക്കാം. ഉദാഹരണത്തിന് കോര, അയല, ആവോലി, രോഹു മുതലായവ. ഞാൻ 150 ഗ്രാം രോഹു ഉപയോഗിക്കും. ഈ പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ ആവശ്യമായ മറ്റു ചേരുവകൾ ഇവയാണ്: അര നന്നായി അരിഞ്ഞ ഉള്ളി, 1 മുട്ട, 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വറുത്ത കടലമാവ്, 1 ടീസ്പൂൺ നാരങ്ങ നീര്, 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ എണ്ണ, 1/2 ടീസ്പൂൺ ഉപ്പ്. സുഗന്ധവ്യഞ്ജനങ്ങൾ ആവശ്യമായവ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. രീതി: കഴുകി വൃത്തിയാക്കിയ 150 ഗ്രാം മത്സ്യ കഷ്ണങ്ങൾ എടുക്കുക. അതിൽ ഉപ്പ്, മഞ്ഞൾ, നാരങ്ങനീര് എന്നിവ പുരട്ടുക. ഇത് 25 മുതൽ 30 മിനിറ്റ് വരെ വയ്ക്കുക. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മീൻ കഷ്ണങ്ങൾ വേവിക്കുക. 3 മുതൽ 4 വരെ വിസിൽ വരുന്നതുവരെ വേവിക്കുക. മർദ്ദം സ്വയം പുറത്തു പോകാൻ അനുവദിക്കുക. തുടർന്ന് മൂടി തുറക്കുക. മീൻ കഷ്ണങ്ങൾ പുറത്തെടുത്ത് മുള്ളും തൊലിയും മത്സ്യത്തിൽ നിന്ന് വേർതിരിക്കുക. 1 സ്പൂൺ അല്ലെങ്കിൽ വൃത്തിയുള്ള കൈകൾ ഉപയോഗിച്ച് മത്സ്യം ചെറുതായി ചതയ്ക്കുക. ചതച്ച മീൻ ഒരു പാത്രത്തിൽ എടുക്കുക. ഇതിലേക്ക് അരിഞ്ഞ ഉള്ളിയും മല്ലിയിലയും അരിഞ്ഞത് ചേർക്കുക. ശേഷം ചുവന്ന മുളക് പൊടി, ജീരകപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർക്കുക. മിശ്രിതം കുഴയ്ക്കാൻ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ വറുത്ത ബംഗാൾ മാവ് പോലും ചേർക്കാം. എല്ലാം നന്നായി യോജിപ്പിച്ച് ഈ മിശ്രിതം ഉരുണ്ട ഉരുളകളാക്കുക. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ഉണ്ടകൾ പരത്തുക. ഒരു തണുത്ത സ്ഥലത്ത് അല്ലെങ്കിൽ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. അടുത്തതായി 1 മുട്ട നന്നായി അടിച്ച് കുറച്ച് ഉപ്പ് ചേർക്കുക. കട്ട്ലറ്റ് അടിച്ച മുട്ടയിൽ മുക്കി എല്ലാ വശത്തും പുരട്ടുക. 1 പാനിൽ എണ്ണ ചൂടാക്കുക. ഇടത്തരം തീയിൽ കട്ട്ലറ്റ് ഇരുവശത്തും വയ്ക്കുക. മീൻ കട്ട്ലറ്റ് തയ്യാർ. രണ്ടാമത്തെ പാചകക്കുറിപ്പ് മുട്ടയും ചെഞ്ചീരയിലയും ചേർന്ന് കറിയാണ്. ആവശ്യമായ ചേരുവകൾ: നന്നായി വേവിച്ച 2 മുട്ടകൾ, 30 ഗ്രാം അല്ലെങ്കിൽ 1/4 കപ്പ് കഴുകിയ ചെഞ്ചീര ഇലകൾ, 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, 1/2 ഉള്ളി അരിഞ്ഞത്, 1/2 തക്കാളി അരിഞ്ഞത്, 2 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ എണ്ണ, 1/4 ടീസ്പൂൺ ഉപ്പ്. ആവശ്യമായ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവയാണ്: 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. രീതി: ഒരു പാത്രത്തിൽ എണ്ണയോ നെയ്യോ ചൂടാക്കുക. അരിഞ്ഞ ഉള്ളി ചേർത്ത് ഇളം സ്വർണ്ണ നിറമാകുന്നതുവരെ വഴറ്റുക. എന്നിട്ട് അരിഞ്ഞ തക്കാളി ചേർക്കുക. അതിലേക്ക് ഉപ്പ്, മസാലകൾ, എള്ള് എന്നിവ ചേർക്കുക.
എല്ലാം നന്നായി ഇളക്കി 1 മുതൽ 2 മിനിറ്റ് വരെ വേവിക്കുക. പിന്നെ അതിലേക്ക് അരിഞ്ഞ ചെഞ്ചീര ഇലയും ചേർത്ത് വഴറ്റുക. അതിൽ വേവിച്ച മുട്ടയുടെ കഷ്ണങ്ങൾ ചേർക്കുക. അടുത്തതായി 1/2 കപ്പ് വെള്ളം ചേർക്കുക. അടച്ചുവെക്കുക. ചെറിയ തീയിൽ 3 മുതൽ 5 മിനിറ്റ് വരെ വേവിക്കുക. മുട്ട ചെഞ്ചീര ഇലക്കറി തയ്യാർ. നിങ്ങൾക്ക് പ്രാദേശികമായി ലഭ്യമായ ഏത് സീസണൽ ഇലക്കറികളും ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ചീര, ഉലുവ, ചേമ്പിന്റെ ഇലകൾ മുതലായവ. അടുത്ത പാചകക്കുറിപ്പ് ചിക്കൻ ബോൾസ് കറിയാണ്. ഈ പാചകക്കുറിപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ ഇവയാണ്: 100 ഗ്രാം അരിഞ്ഞ ചിക്കൻ, 1 കപ്പ് അല്ലെങ്കിൽ 1 പിടി കഴുകിയ മല്ലിയില, 1 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടേബിൾ സ്പൂൺ വറുത്ത ചണവിത്തുകൾ, 1/2 ചെറിയ ഉള്ളി, 1/2 ഇഞ്ച് ഇഞ്ചി, 2 മുതൽ 3 അല്ലി വെളുത്തുള്ളി. നിങ്ങൾക്ക് താഴെ പറയുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ആവശ്യമാണ്: 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, മുഴുവൻ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് 1 ടീസ്പൂൺ എണ്ണയോ നെയ്യോ ആവശ്യമാണ്. നിങ്ങളുടെ പാചകത്തിനനുസരിച്ച് ഉപ്പെടുക്കുക. രീതി: ഒരു പാത്രത്തിൽ അരിഞ്ഞ ചിക്കൻ എടുക്കുക. ഒപ്പം ഉപ്പും മഞ്ഞളും ചേർക്കുക. ഇത് 20 മുതൽ 30 മിനിറ്റ് വരെ മാറ്റിവെക്കുക. അടുത്തതായി ഈ ചിക്കൻ 4 ഭാഗങ്ങളായി തിരിച്ച് ഉരുണ്ട ഉരുളകളാക്കുക. ചിക്കൻ ബോളുകൾ അവയിൽ വേവിക്കാൻ പാത്രത്തിന്റെ 4/1 വെള്ളം നിറയ്ക്കുക. പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് വെക്കുക. എന്നിട്ട് ചിക്കൻ ബോളുകളുടെ പ്ലേറ്റ് സ്റ്റാൻഡിൽ വെക്കുക. പാത്രം അടച്ച് 10 മിനിറ്റ് ഇടത്തരം തീയിൽ വേവിക്കുക. ഗ്രേവിക്കുള്ള പേസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. ഉള്ളി, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, വറുത്ത ചണവിത്ത് എന്നിവ മിക്സിയിൽ എടുക്കുക. ഇതിലേക്ക് തൈര് ചേർത്ത് അരച്ചെടുക്കുക. അടുത്തതായി ഒരു പാനിൽ എണ്ണയോ നെയ്യോ ചൂടാക്കുക. ഒപ്പം ജീരകം ചേർക്കുക. പൊട്ടിത്തുടങ്ങിയാൽ തയ്യാറാക്കിയ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുക. ജീരകപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുഴുവൻ മസാലപ്പൊടി, ഉപ്പ് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കി 2 മുതൽ 3 മിനിറ്റ് വരെ വേവിക്കുക. ശേഷം 1/2 കപ്പ് വെള്ളം ചേർക്കുക. ചട്ടിയിലേക്ക് ആവിയിൽ വേവിച്ച ചിക്കൻ ബോളുകൾ ഇടുക. 5 മുതൽ 7 മിനിറ്റ് വരെ ചെറിയ തീയിൽ അടച്ച് വേവിക്കുക. തീ ഓഫ് ചെയ്ത് അരിഞ്ഞ മല്ലിയില കൊണ്ട് അലങ്കരിക്കുക. ചിക്കൻ ബോൾ കറി തയ്യാർ. അടുത്ത പാചകക്കുറിപ്പ് ചിക്കൻ കരൾ നിറച്ച ബാർണിയാർഡ് മില്ലറ്റ് അഥവാ കവടപ്പുല്ല് ഇഡ്ലിയാണ്. ഇതിനായി താഴെ പറയുന്നവ ആവശ്യമാണ്: 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 60 ഗ്രാം ബാർണിയാർഡ് മില്ലറ്റ് അല്ലെങ്കിൽ കവടപ്പുല്ല്, 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 30 ഗ്രാം പൊളിച്ച ഉഴുന്ന്, 60 ഗ്രാം അല്ലെങ്കിൽ 1 ചിക്കൻ കരൾ, 1/2 നന്നായി അരിഞ്ഞ ഉള്ളി, 1 ടീസ്പൂൺ നാരങ്ങനീര്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഉലുവ വിത്ത്, ആവശ്യമായ സുഗന്ധവ്യഞ്ജനങ്ങൾ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതായത് മുഴുവൻ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയോ നെയ്യോ ആവശ്യമാണ്. ഒപ്പം 1/4 ടീസ്പൂൺ ഉപ്പ്. രീതി: ഒരു പാത്രത്തിൽ കഴുകിയ ശേഷം കവടപ്പുല്ല് കുതിർത്ത് രാത്രി മുഴുവൻ മുക്കിവെക്കുക. അതുപോലെ കഴുകിയ പൊളി ഉഴുന്നും ഉലുവയും ഒരു രാത്രി മുഴുവൻ കുതിർത്ത് വയ്ക്കുക. പിറ്റേന്ന് രാവിലെ 2 പാത്രങ്ങളിലെയും വെള്ളം കഴുകിക്കളയുക. ഇതിൽ അല്പം വെള്ളം ചേർത്ത് മിനുസമാർന്ന മാവുണ്ടാക്കാൻ ഇവ ഒന്നിച്ചു പൊടിക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് മാവ് 7 മുതൽ 8 മണിക്കൂർ വരെ പുളിക്കാൻ വയ്ക്കുക. അടുത്തതായി ഒരു പ്ലേറ്റിൽ ചിക്കൻ കരളെടുക്കുക. അതിൽ നാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പുരട്ടുക.
ഇത് 20 മുതൽ 30 മിനിറ്റ് വരെ മാറ്റിവെക്കുക. ശേഷം ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി സവാള അരിഞ്ഞത് വഴറ്റുക. ഇളം സ്വർണ്ണ നിറമാകുമ്പോൾ ചിക്കൻ കരൾ ഇതിലേക്ക് ചേർക്കുക. ഉപ്പ്, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ചേർക്കുക. എല്ലാം നന്നായി ഇളക്കുക. 1/2 കപ്പ് വെള്ളം ചേർത്ത് പാൻ മൂടുക. വെള്ളം വറ്റുന്നതുവരെ 5 മിനിറ്റ് ചെറിയ രീതിയിൽ വേവിക്കുക. സ്റ്റഫിംഗ് തയ്യാറാണ്. തണുത്തുകഴിഞ്ഞാൽ ചിക്കൻ കരൾ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. അടുത്തതായി നെയ്യോ എണ്ണയോ ഉപയോഗിച്ച് ഇഡ്ലി പ്ലേറ്റുകളിൽ പറേറ്റുക. കുറച്ച് പുളിപ്പിച്ച മാവ് ഇഡ്ലി പ്ലേറ്റുകളിൽ ഒഴിക്കുക. അതിൽ 1 ടീസ്പൂൺ ചിക്കൻ കരൾ സ്റ്റഫിംഗ് ചേർക്കുക. എന്നിട്ട് അതിനു മുകളിൽ കുറച്ചുകൂടി ഇഡ്ലി മാവ് ഒഴിക്കുക. ബാക്കിയുള്ള ഇഡ്ലികൾ ഉണ്ടാക്കാൻ ഇതേ രീതി ആവർത്തിക്കുക. പ്രഷർ കുക്കറിൽ ഇഡ്ലി സ്റ്റാൻഡ് വെച്ച് വിസിലില്ലാതെ വേവിക്കുക. ചെറിയ തീയിൽ 10 മുതൽ 12 മിനിറ്റ് വരെ വേവിക്കുക. ചിക്കൻ കരൾ നിറച്ച നമ്മുടെ ബേൺയാർഡ് മില്ലറ്റ് കവടപ്പുല്ല ഇഡ്ലി തയ്യാർ. ഈ പാചകങ്ങളെല്ലാം താഴെ പറയുന്നവ കൊണ്ട് സമ്പന്നമാണ്. പ്രോട്ടീൻ, ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് കൂടാതെ കൊലീൻ. ഈ പാചകക്കുറിപ്പുകൾ വിറ്റാമിൻസ്, വിറ്റാമിൻ ഡി എന്നിവയുടെയും ഉറവിടങ്ങളാണ്. എ, B2, B3, B6, B9, B12, അയേൺ, സിങ്ക്, കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവയും ഈ പാചകങ്ങളിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നല്ല ആരോഗ്യത്തിനായി കുഞ്ഞിന്റെ ഭക്ഷണത്തിൽ ഈ പാചകക്കുറിപ്പുകൾ ഉൾപ്പെടുത്തുക. ഇത് നമ്മെ ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് എത്തിക്കുന്നു. ചേർന്നതിന് നന്ദി.